ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അച്ചൂസ് കിച്ചൻ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എഗ് റോളാണ്. ഇത് ബ്രെഡ് വെച്ചാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എഗ് റോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ എഗ് ഫില്ലിംഗ് ആണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു സബോള അരിഞ്ഞെടുത്തതും ഒരു 1/4 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒരു പച്ചമുളക് അരിഞ്ഞെടുത്തതും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിൽ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 സ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ തക്കാളി അരിഞ്ഞെടുത്തതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് പൊരിച്ചെടുക്കാം. ഇപ്പോൾ എഗ് ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് ബ്രെഡ് എടുത്തിട്ട് ബ്രെഡിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് മുറിച്ച് മാറ്റിയെടുക്കാം. അതിനുശേഷം നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വയ്ക്കുക. അതിലേക്ക് ബ്രെഡ് ഒന്ന് മുക്കി ഒന്ന് കുതിർത്തിയെടുക്കാം. എന്നിട്ട് നമ്മുടെ കൈകൊണ്ട് 2 കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് അതിൽ വെള്ളമൊക്കെ ഒന്ന് ഒപ്പിയെടുക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഫില്ലിങ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. പതുക്കെ ബ്രെഡൊന്നും മുറിഞ്ഞു പോകാണ്ട് പതുക്കെ അത് റോൾ ചെയ്തെടുക്കണം. ഇനി എല്ലാ ബ്രെഡും ഇതുപോലെ തന്നെ നമുക്ക് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച എഗ് റോള് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഓരോ ഭാഗവും ബ്രൗൺ കളറായി വരുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ആക്കി എടുക്കാം. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. ബ്രെഡ് ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് നമുക്ക് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.